കെ.പി.സി.സി പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പേരിൽ പ്രചരിച്ച വ്യാജ കത്ത് വിവാദത്തിൽ കേസ് ബ്രിഗേഡിലെ കൂടുതൽ പേരെ പോലീസ് ചോദ്യം ചെയ്യും. ഇന്നലെ കെ സുധാകരന്റെ മരുമകനെ ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് കൂടുതൽ പേർക്ക് സമൻസ്. ഗ്രൂപ്പിൽ വന്ന കത്ത് ഷെയർ ചെയ്യുക മാത്രമാണ് ചെയ്തതെന്ന് ചോദ്യം ചെയ്യലിൽ കെ സുധാകരന്റെ സഹോദരിയുടെ മകൻ അജിത്ത് പറഞ്ഞു. വിവരങ്ങളുമായി നിഖിൽ ചേരുന്നുണ്ട്. നിഖിൽ, ഈ കത്ത് വിഷയത്തിൽ അത് കോൺഗ്രസിന് ഇനിയിപ്പോൾ ഒരുപക്ഷെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളുടെ എല്ലാം സൂചന വെച്ച് അവരുടെ വിജയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ, മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള ചർച്ചകൾ ഒക്കെ നടക്കുന്നതിനിടെ ഇപ്പുറത്തൊരു കത്ത് വിവാദം ഇങ്ങനെ പുകയുകയാണ്. ഈ അന്വേഷണം എവിടെ ചെന്ന് നിൽക്കും എന്നുള്ള ആശങ്ക കോൺഗ്രസിനിപ്പോൾ ഉണ്ടോ? തീർച്ചയായും ഹർഷൻ, കോൺഗ്രസിന് എന്നതിനപ്പുറത്തേക്ക് കെ സുധാകരൻ ക്യാമ്പിന് എന്തായാലും അതിൽ വലിയ ആശങ്കയുണ്ട് ഇത് എവിടെ വരെ എത്തും എന്ന കാര്യത്തിൽ. കാരണം നേരത്തെ തന്നെ ഈ നേരിട്ട് പറയുന്നില്ല എങ്കിൽ പോലും ഈ കണ്ണൂരിലെയും പേരാവൂരിലെയും കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെ പറഞ്ഞിരുന്നത് കെ സുധാകരനുമായി അടുത്ത ആളുകൾ തന്നെയാണ് ഈ കത്തിന് പിന്നിലെന്നൊരു ആരോപണം രഹസ്യമായെങ്കിലും അവർ ഉന്നയിച്ചിരുന്നു. ഏതായാലും ഇക്കാര്യത്തിൽ അന്വേഷണം ഏതുവരെ എത്തും എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു വിഷയമായി മാറും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏതായാലും ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ അജിത്തിന് പുറകെ, അതായത് കെ സുധാകരൻ്റെ സഹോദരിയുടെ മകൻ അജിത്തിന് പുറമെ കേസ് ബ്രിഗേഡിലെ അംഗങ്ങളായ 4ഓളം പേർക്ക് ഇപ്പോൾ ഇത്തരത്തിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് പോലീസ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇവരെല്ലാം നിലവിൽ പറയുന്ന കാര്യം ഈ കത്ത് തങ്ങൾ ഉണ്ടാക്കിയതല്ല, തങ്ങൾക്ക് ലഭിച്ച കത്ത് അത് ഷെയർ ചെയ്യുക അല്ലെങ്കിൽ ഫോർവേഡ് ചെയ്യുക മാത്രമാണ് ചെയ്തത്. ഇത് വ്യാജ കത്താണ് എന്ന കാര്യം തങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്നുള്ളതാണ് ഇവരെടുക്കുന്ന നിലപാട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹർഷനി പറഞ്ഞതുപോലെ ഈ കത്തിൻ്റെ ഉറവിടം എവിടെയാണ് എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ഇത് ചർച്ചയാകുമെന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കണ്ണൂരിലും പേരാവൂരിലും UDFിൻ്റെ വിധി, ഈ ജനവിധി UDFിന് എങ്ങനെ വരുന്നു എന്നത് ഈ കത്തുമായി ബന്ധപ്പെട്ട തുടർ ചർച്ചകൾക്ക് കാരണമാകുമെന്നുള്ളതാണ്. കാരണം ഈ കെ സുധാകരൻ കണ്ണൂരിൽ സീറ്റ് വേണമെന്നാവശ്യപ്പെട്ട് രംഗത്ത് വരുന്നത് മുതൽ തന്നെ ഈ കണ്ണൂരിലും പേരാവൂരിലും തിരിച്ചടി ഉണ്ടാകും കെ സുധാകരനെ പരിഗണിച്ചില്ലെങ്കിൽ എന്ന തരത്തിൽ കേസ് ബ്രിഗേഡ് ഉൾപ്പെടെയുള്ള ആളുകൾ വലിയ അവകാശവാദം ഉന്നയിച്ചിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് അവർ കടന്നിരുന്നു. ഇതിപ്പോൾ ഈ കണ്ണൂരിലും പേരാവൂരിലുമൊക്കെ ഒരു തിരിച്ചടി ഉണ്ടാവുകയും ഈ കത്ത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അതിന് കാരണമാണ് എന്ന് വരികയും ചെയ്താൽ വലിയ തർക്കങ്ങൾക്കാണ് കോൺഗ്രസിനകത്ത് ഇത് പോകുന്നത്. അത് കെ സുധാകരനെതിരെ കൂടുതൽ രൂക്ഷമായ രീതിയിൽ മറുവിഭാഗം പ്രതികരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോവുകയും ചെയ്യും. ഏതായാലും ഇതിൻ്റെ അന്വേഷണം തുടരുന്നുണ്ട്. ഇത് എവിടെ ചെന്നെത്തും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴുള്ള ആശങ്ക ഏറ്റവും കൂടുതൽ കെ സുധാകരൻ ക്യാമ്പിനാണ് എന്ന് വേണം പറയാൻ. കാരണം രഹസ്യമായെങ്കിലും കോൺഗ്രസിലുള്ള ആളുകൾ പറയുന്നത് കെ സുധാകരനുമായി വളരെ അടുത്ത് നിൽക്കുന്ന ആളുകൾക്കുൾപ്പെടെ ഇത്തരമൊരു കത്ത് പുറത്തു വന്നതിൽ പങ്കുണ്ട് എന്നത് തന്നെയാണ്. മറ്റൊന്ന്, ഈ കത്ത് പുറത്തു വന്ന സമയം കൂടിയാണ് ഇതിൽ ഏറ്റവും നിർണായകമാകുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് നടക്കുന്നതിൻ്റെ തലേ ദിവസം ഉച്ചയോടുകൂടിയാണ് ഈ കത്ത് ഇങ്ങനെ പ്രചരിക്കുന്നത്. കെ സുധാകരനെ കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാക്കരുത് എന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് മല്ലികാർജ്ജുൻ ഖാർഗെക്ക് എഴുതിയ കത്ത് എന്ന പേരിലാണ് ഇത് വരുന്നത്. മാത്രമല്ല KPCCയുടെ ഔദ്യോഗിക ലെറ്റർ ഹെഡിൻ്റെ രൂപത്തിൽ അതിൽ സണ്ണി ജോസഫിൻ്റെ ഒപ്പോടുകൂടിയാണ് ഈ കത്ത് പുറത്തു വരുന്ന ഒരു സാഹചര്യമുണ്ടായത്. സ്വാഭാവികമായും അവിടെ ഉയർന്ന സംശയം, ഇത് കെ സുധാകരൻ ക്യാമ്പിൽ നിന്നാണ് ഇത് ഉണ്ടാക്കി പ്രചരിപ്പിച്ചത് എന്നൊരു സംശയം നേരത്തെ തന്നെ കോൺഗ്രസിലുള്ളവരടക്കം പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ ഈ ആലക്കോട് സൈബർ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണത്തിൽ അതിൻ്റെ ഉറവിടം വ്യക്തമാകുമെന്ന് നമുക്ക് കരുതാം. പക്ഷേ ഇത് ഷെയർ ചെയ്തതിൽ കൂടുതൽ പേരും, അല്ലെങ്കിൽ നിലവിൽ ഈ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെല്ലാം തന്നെ കേസ് ബ്രിഗേഡ് എന്ന് പറയുന്ന കെ സുധാകരനെ അനുകൂലിക്കുന്ന ആ ഒരു സംഘത്തിൽപ്പെട്ട ആളുകളാണ് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഇത് എവിടെ നിന്നുണ്ടാക്കി, ആരുണ്ടാക്കി, ആര് പ്രചരിപ്പിച്ചു എന്നുള്ളതാണ്. നിഖിലാണ് വിവരങ്ങൾ നൽകിയത്.